ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സീനിയർ സിറ്റിസൺ ആക്ട് 2007 കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ്. കുറച്ചേ ഉള്ളൂ ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയാം. നമുക്കറിയാം ഈ സീനിയർ സിറ്റിസൺ ആക്ട് എന്ന് പറഞ്ഞാൽ സുപ്രധാന നിയമങ്ങളുടെ ഒരു സെക്ഷൻ LDCക്ക് അകത്തുള്ളതാണ്. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്ത് സിവിക്സിനകത്ത് വരുന്നതാണ് ഈ ഒരു ടോപ്പിക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സീനിയർ സിറ്റിസൺ 2007 എന്ന് വെച്ചാൽ എന്താണ്? മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ. എന്താണ്? മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആണ് കേട്ടോ. എന്താണ്? മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007 എന്നുള്ളതാണ്. ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺ ആക്ടിന്റെ വേറൊരു പേര് എന്താണ്? മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ആൻഡ് പേരന്റ് ആക്ട് 2007 എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പേര് എന്ന് ആലോചിക്കുക. അപ്പൊ എന്താണ് അതിന്റെ മലയാളത്തിൽ പറയുന്നത്? എന്താ പറയുന്നത്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമ പരിപാലന നിയമം എന്നാണ് കേട്ടോ. എന്താണ്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമ പരിപാലന നിയമം എന്നാണ് എന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സീനിയർ സിറ്റിസൺ ആക്ടിന്റെ വേറെ ഒരു പേര്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള സീനിയർ സിറ്റിസൺ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഏത് മിനിസ്ട്രിയാണ്? സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് എന്ത് സീനിയർ സിറ്റിസൺ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും വരുന്നത്. ഏതാണ് മിനിസ്ട്രി? സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം. എന്ത് പറയാം? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്നാണ് കേട്ടോ. എന്താണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് അണ്ടറിലാണ് എന്ത് വരുന്നത്? നമ്മുടെ സീനിയർ സിറ്റിസൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാറ്റേഴ്സും വരുന്നത് ഏതാണ്? സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ അണ്ടറിലാണെന്ന് ആലോചിച്ചിരിക്കുക. അപ്പൊ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിനും ഞാൻ ജസ്റ്റ് പറയാം, നമ്മുടെ 1 ഒക്ടോബർ ആണ് എന്ത് ഇന്റർനാഷണൽ ഡേ ഓഫ് എന്താണ് ഓൾഡർ പേഴ്സൺ. ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺ എന്താണ്? 1 ഒക്ടോബർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇതെന്ന് പറയുമ്പോൾ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഓൾഡർ പേഴ്സൺ ഡേ 1 ഒക്ടോബർ സെലിബ്രേറ്റ് ചെയ്യും. ഇതിൽ 2023 തീം എന്താണെന്ന് അറിയാമോ? ഫുൾഫില്ലിംഗ് ദ പ്രോമിസസ് ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ടു ഓൾഡർ പേഴ്സൺ അക്രോസ് ജനറേഷൻസ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കുറെ സംഭവങ്ങൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ മനുഷ്യനും ഇന്നതായിട്ടുള്ള സംഭവങ്ങൾ പ്രോമിസ് ചെയ്തിട്ടില്ലേ. അപ്പൊ ആ ഒരു സംഭവം, ആ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഓൾഡർ പേഴ്സണ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള 2023 എന്തിന്റെ തീമാണ്? ഓൾഡർ പേഴ്സന്റെ ഡേയുടെ തീമാണ് ഓർത്തിരിക്കുക. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്ത്യയിലോട്ട് തിരിച്ചു വരാം. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് ഹോം ഉള്ള സംസ്ഥാനമാണ് എന്ത്? കേരളം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് ഹോം ഉള്ള സംസ്ഥാനം കേരളമാണ്. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് ഹോം ഉള്ളത് എവിടെയാണെന്ന് അറിയൂ? ട്രിവാൻഡ്രത്താണ്. അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺ ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഇവിടെയുള്ള എൽഡർ പീപ്പിളിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രായമുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത് സീനിയർ സിറ്റിസൺ ആക്ട് എന്നുള്ള സംഭവം. ഇതിനകത്ത് കുറെ സെക്ഷൻസ് ഉള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് മാത്രം നമുക്ക് പഠിക്കാം. അപ്പോൾ നടന്നിരിക്കുക ഈ സീനിയർ സിറ്റിസൺ ആക്ട് 2007 പ്രകാരം ഒരാളെ എൽഡർ പേഴ്സൺ അല്ലെങ്കിൽ ഓൾഡർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം ഒരു അഡൽട്ട് അല്ലെങ്കിൽ ഓൾഡർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ. തെറ്റിക്കരുത്. എന്താണ്? 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവരാണ് എന്ത് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം ഓൾഡ് എന്ന് പറഞ്ഞാൽ. തെറ്റിക്കരുത്, കറക്റ്റ് കേൾക്കുക. ഇനിയും ഈ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം ചൈൽഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർത്തിരിക്കുക. സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് അതിന് മേളിലുള്ള എല്ലാവരും എന്ത് തന്നെയാണ് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കുട്ടികൾ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. തെറ്റിക്കരുത്. 18 വയസ്സിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്നത് മൈനർ എന്നാണ് കേട്ടോ. തെറ്റിക്കരുത്. നമ്മൾ സാധാരണ പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ളവരാണ് ബാക്കിയുള്ള നിയമങ്ങളെല്ലാം ചൈൽഡ് എന്ന് പറയുന്നത് അല്ലേ. സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം ഒരു കുട്ടി അല്ലെങ്കിൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18ഓ അതിന് മേളിലോ വയസ്സോ ഉള്ള ഒരാളാണ്. 60 വയസ്സോ അതിന് മുകളിലോ ഉള്ള ആളാണ് എന്ത് നമ്മുടെ പ്രായമായ വ്യക്തി എന്ന് പറഞ്ഞാൽ. 18 വയസ്സിന് താഴെയുള്ളത് ആരാണ്? മൈനർ ആണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 60 വയസ്സ് അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ ഒന്നിലാ അവരുടെ എന്താണ്
മോൻ അല്ലെങ്കിൽ മോളായിരിക്കും പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളായിരിക്കും ആരെ നോക്കേണ്ടത്. ഈ പറഞ്ഞിട്ടുള്ള പ്രായമുള്ള വ്യക്തിയെ നോക്കേണ്ട കടമ ഈ പറഞ്ഞ കുട്ടികൾക്കാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ളവരെന്ന് പറയുന്നത്. അതിന് താഴെയുള്ള മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കളാ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, അവർക്ക് ഈ സീനിയർ സിറ്റിസൺ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, ഷെൽട്ടർ ഒന്നും പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ 18 വയസ്സോ അതിന് മേളിലോ പ്രായമുള്ള മക്കള് അല്ലെങ്കിൽ കൊച്ചുമക്കളാണ് എന്നുണ്ടെങ്കിൽ ഈ സീനിയർ സിറ്റിസനെ നോക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. എന്ത് പ്രകാരം? സീനിയർ സിറ്റിസൺ ആക്ട് 2007 പ്രകാരം എന്ന് ഓർത്തിരിക്കുക, തെറ്റിക്കരുത്. സീനിയർ സിറ്റിസൺ 60ഓ അതിന് മുകളിലോ വയസ്സുള്ള ആളാണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഈ ആക്ട് പ്രകാരം 18 വയസ്സോ അതിന് മുകളിലോ ഉള്ള ആളാണ്. 18 വയസ്സിൽ താഴെ ഉള്ളത് ആരാണ്? മൈനർ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ക്ഷേമവും പരിപാലനവും ഉറപ്പുവരുത്തുക എന്നൊരു സംഭവമുണ്ട്. അതിലൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് റിലേറ്റീവ് എന്നൊരു സംഭവം. റിലേറ്റീവ് നമ്മൾ പറഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കളാണ്. ഇനിയും റിലേറ്റീവ് എന്നൊരു പദം നമ്മുടെ ആക്ടിനകത്തുള്ളതാണ്. എന്താണ് റിലേറ്റീവ്? ഇനിയും കുട്ടികളില്ലാത്ത ഒരു സീനിയർ സിറ്റിസൺ ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു സീനിയർ സിറ്റിസന്റെ സ്വത്ത് ഇപ്പോൾ കൈവശം വെച്ചിട്ടുള്ള, അതല്ലെങ്കിൽ ആ പുള്ളി മരിച്ചു കഴിഞ്ഞാൽ ആ പുള്ളിയുടെ സ്വത്തിന് അവകാശിയായിട്ട് വരുന്ന ഒരാളാണ് ഈ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? തെറ്റിക്കരുത്. സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു അനന്തരാവകാശി ബയോളജിക്കലി ഇല്ലാത്ത ഒരാളാണ്, അനന്തരാവകാശി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സീനിയർ സിറ്റിസന്റെ സ്വത്ത് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ആള്, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സീനിയർ സിറ്റിസന്റെ മരണശേഷം സ്വത്ത് ആർക്കാണ് നിയമപരമായി പോകാൻ പോകുന്നത് ആ ആളാണ് റിലേറ്റീവ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഇനിയും ഇതിനകത്ത് പേരന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബയോളജിക്കൽ പേരന്റ് ആകാം, നിങ്ങളെ അഡോപ്റ്റ് ചെയ്ത് വളർത്തിയ എന്താകാം, അച്ഛനോ അമ്മയോ ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റെപ്പ് ഫാദറോ സ്റ്റെപ്പ് മദറോ ആകാം. അതെല്ലാം എന്ത് തന്നെയാണ്? പേരന്റ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. തെറ്റിക്കരുത് കേട്ടോ. ഇനി നോക്കിക്കോളൂ, ഇവിടെ പരിപാലനോ ക്ഷേമോ എന്നും പറഞ്ഞാൽ നോക്കിക്കോളൂ, പരിപാലനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരുന്നറിയോ? നമ്മുടെ സീനിയർ സിറ്റിസന്റെ ഫുഡ്, അവരുടെ ഹെൽത്ത്, അവരുടെ ഷെൽട്ടർ, അവരുടെ മെഡിക്കൽ ഫെസിലിറ്റി, ഇതെല്ലാം ഈ പരിപാലനത്തിൽ വരുന്നതാണ്. എന്തൊക്കെയാണ്? അവരുടെ ഫുഡുണ്ട്, ഹെൽത്ത് ഉണ്ട്, അവരുടെ ഷെൽട്ടർ വേണം, അവർക്ക് താമസിക്കാൻ സ്ഥലം വേണം, അതുപോലെ വൈദ്യസഹായം, ഇതെല്ലാം ഈ പറഞ്ഞിട്ടുള്ള പരിപാലനം എന്നുള്ള സെക്ഷനിൽ വരുന്നതാണ്. ഈ ക്ഷേമത്തിനകത്ത് ഈ പറഞ്ഞ 4 കൂടെ അഡീഷണൽ വരുന്ന എന്താ അറിയോ? അവർക്ക് വിനോദപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഉള്ളതാണ് എന്ത്? ക്ഷേമം എന്നുള്ളതിനകത്ത് വരാൻ. അതിനകത്ത് ഫുഡ് വരുന്നുണ്ട്, ഷെൽട്ടർ വരും, ഹെൽത്ത്, മെഡിക്കൽ ഫെസിലിറ്റി. അതിന്റെ കൂടെ എന്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അവർക്ക് വിനോദത്തിനുള്ള എന്തെങ്കിലും ഒരു മാർഗം എന്നും കൂടി എവിടെ വരുന്നുണ്ട്? ഈ ക്ഷേമം എന്ന് പറഞ്ഞ സെക്ഷനകത്ത് വരുന്നതാണ്. മനസ്സിലായല്ലോ അല്ലെ? നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് പ്രകാരം ഈ റിലേറ്റീവ് അല്ലെങ്കിൽ ഇവരുടെ കുട്ടി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ സീനിയർ സിറ്റിസനെ ടേക്ക് കെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞു റിലേറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് കൈവച്ചിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ സ്വത്തിന്റെ നിയമ അവകാശിയായിട്ട് പിന്നീട് വരുന്ന ഒരാളാണ്. അപ്പൊ ഈ സ്വത്ത് എഴുതി വാങ്ങിച്ചിട്ട് ഈ സീനിയർ സിറ്റിസനെ അബാൻഡൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിമിനൽ കേസാണ്. അറിഞ്ഞിരിക്കുക. എന്താണ്? സ്വത്ത് എഴുതി വാങ്ങിച്ചിട്ട് നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ നോക്കിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് എന്താണ്? അതിലെ ക്രിമിനൽ ഒഫൻസ് ആണ്. നോക്കിയിരിക്കുക. ഇനി നമുക്ക് ഓരോ സെക്ഷൻ, ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് മാത്രം ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഞാൻ പറഞ്ഞു ഈ പറഞ്ഞിട്ടുള്ള റിലേറ്റീവോ അല്ലെങ്കിൽ നിങ്ങളുടെ ചൈൽഡ് നിങ്ങൾക്ക് എന്ത് തരുന്നില്ല, ഈ പറഞ്ഞിട്ടുള്ള ക്ഷേമമോ പരിപാലനമോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓൾഡർ പേഴ്സൺ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ എന്തോ ചെയ്യാൻ വെക്കും? കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വെക്കും. അപ്പൊ ഈ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് അതിനുള്ള പെനാലിറ്റി അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നൊരു സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, അതിനറിയണം മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എന്നൊരു സംഭവം ഉണ്ട്. ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺ ആക്ടിന്റെ സെക്ഷൻ 7 ആണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എന്നൊരു സംഭവം. അപ്പൊ ഈ മെയിൻ്റനൻസ് ട്രൈബ്യൂണലാണ് എന്ത് ചെയ്യുന്നത്? ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത് ആരാണ്? മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ആണ് എന്ന് ഓർത്തിരിക്കുക. സിവിൽ കോർട്ടിന്റെ റൈറ്റ് ഉള്ളതാണ് ആർക്ക്? മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ. ഇവരുടെ ഫ്രണ്ടിൽ ഒരു കേസ് പോയാലോ അല്ലെങ്കിൽ ഇവർക്ക് ഒന്നിൽ കേസ് വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവർക്ക് സ്വമേധയാ കേസ് എടുക്കാനുള്ള റൈറ്റ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക. ഈ സ്വമേധയാ ഇവർക്ക് കേസ് എടുക്കാനുള്ള റൈറ്റ് ആണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 5-നകത്തുള്ളത്.
സ്വമേധയാ കേസ് എടുക്കാനുള്ള മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ റൈറ്റ് പറയുന്ന സെക്ഷൻ ആണ് എന്ത്, സീനിയർ സിറ്റിസൺ ആക്ടിന്റെ സെക്ഷൻ 5 നോക്കിയിരിക്കുക. സെക്ഷൻ 7 ഈ പറഞ്ഞ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ സിവിൽ കോർട്ടിന്റെ റൈറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ? ശരിയാണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഈ പറഞ്ഞ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ ഹെഡായിട്ട് വരേണ്ട ആളെന്ന് പറഞ്ഞാൽ ഒരു സബ് ഡിവിഷൻ ഓഫീസറിന്റെ മിനിമം ഒരു സബ് ഡിവിഷൻ ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം ഇവിടെ വരേണ്ടത്. ഈ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരമുള്ള മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ ഹെഡായിട്ട് വരേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയാൽ നമ്മൾ പറഞ്ഞു ഇവരെ അബാൻഡൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള അബാൻഡൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു സംഭവം കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇപ്പൊ മോഡിഫൈ ആയിട്ടുണ്ട്. നമ്മളിപ്പം ഈ പറഞ്ഞ സെക്ഷൻ സീനിയർ സിറ്റിസൺ 2007 പ്രകാരം സെക്ഷൻ 9 പറഞ്ഞ എത്രയാണ്, ഈ പറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 10,000 രൂപ മാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ്. ഈ സംഭവം 2019 അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ആക്ട് അമെൻഡ് ചെയ്ത പ്രകാരം ഇപ്പൊ ഈ മെയിൻ്റനൻസ് കോസ്റ്റിന് ഒരു മിനിമം ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ 2019 അമെൻമെന്റ് പ്രകാരം 80 വയസ്സിന് മുകളിലുള്ളവർ കൊടുക്കുന്ന മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും അവർ മുൻഗണന കൊടുക്കുന്നത് എന്നും കൂടെ നടന്നിരിക്കുക. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവം. നമ്മൾ പറഞ്ഞു മെയിൻ്റനൻസ് ട്രൈബ്യൂണലാണ് ആദ്യം കാര്യങ്ങൾ നീക്കുന്നത്. ഇനി അതല്ല, സെക്ഷൻ 15 എന്തുണ്ട്, അപ്പീൽ ട്രൈബ്യൂണൽ ഒരു സംഭവമുണ്ട്. ഈ അപ്പീൽ ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ ഈ സീനിയർ സിറ്റിസണ് നമ്മുടെ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ എടുത്ത ഡിസിഷൻസിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പീൽ ട്രൈബ്യൂണലിൽ പോകാം. ഈ അപ്പീൽ ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ ഈ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൽ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസന് ആ ഒരു മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എടുത്ത ഡിസിഷനിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കൊണ്ടുപോയി കിട്ടുന്ന സ്ഥലമാണ് എന്ത്, അപ്പീൽ ട്രൈബ്യൂണൽ. നമ്മൾ പറഞ്ഞു മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ആണെങ്കിൽ അതിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സബ് ഡിവിഷൻ ഓഫീസറിന്റെ എങ്കിലും റാങ്ക് വരുന്ന ഒരാളായിരിക്കണം. മിനിമം സബ് ഡിവിഷൻ ഓഫീസറിന്റെ റാങ്ക് ഉള്ള ഒരാളായിരിക്കണം ഇതിന്റെ ഹെഡായിട്ട് വരുന്നത്. സിവിൽ കോഡ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ അല്ലെ. നമ്മുടെ എന്താണ് അപ്പീൽ ട്രൈബ്യൂണലിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പവർ ഉള്ള ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അപ്പീൽ ട്രൈബ്യൂണലിന്റെ ഹെഡായിട്ട് വരേണ്ടത് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പവറുള്ള ആളുകൾ എവിടെ വരണ്ടേ, നമ്മുടെ അപ്പീൽ ട്രൈബ്യൂണലിന്റെ ഹെഡായിട്ട് വരണ്ടേ. അപ്പൊ ഈ അപ്പീൽ ട്രൈബ്യൂണൽ എന്താ ചെയ്യുന്നത്, മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനെതിരെ വരുന്ന കേസസ് നോക്കുന്നത് ആരാണ്, ഈ പറഞ്ഞിട്ടുള്ള അപ്പീൽ ട്രൈബ്യൂണലാണ് എന്ന് ഓർത്തിരിക്കുക. അത് എത്രയാണ് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 15 അപ്പീൽ ട്രൈബ്യൂണൽ എന്ന് ഒന്നറിഞ്ഞിരിക്കണം കേട്ടോ. ഇന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 സെക്ഷൻസോടെ ഞാൻ പറഞ്ഞിരിക്കാം. ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ പറഞ്ഞിട്ടുള്ള പ്രായമായവരുടെ കയ്യിൽ നിന്ന് അവരെ പറ്റിച്ചിട്ട് നമുക്ക് വീട്ടിൽ എഴുതി വാങ്ങിക്കാം. അല്ലെങ്കിൽ അവരുടെ ഒപ്പൊക്കെ നമ്മൾ അവർ കൈയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക, സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ഫ്രോഡ് വഴിയാണ് ഈ പറഞ്ഞിട്ടുള്ള സ്വത്ത് ഈ റിലേറ്റീവോ അല്ലെങ്കിൽ ചൈൽഡോ നേടിയെടുത്തത് എങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ആ കിട്ടിയ സ്വത്തിനെ വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. കാര്യം ആ സ്വത്ത് പിന്നെ അവർക്ക് വെച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 23. മുതിർന്ന പൗരനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പെനാൽറ്റിയുടെ കേസാണ്. ഓർത്തിരിക്കുക, മുതിർന്ന പൗരനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് 3 months ആണ് മാക്സിമം ഇംപ്രിസൺമെന്റ് വരുന്നത്. 5000 രൂപയാണ് പെനാൽറ്റി ആയിട്ട്. ഓർത്തിരിക്കുക, 3 months ആണ് മാക്സിമം ഇംപ്രിസൺമെന്റ് വരുന്നത്. ഓർത്തിരിക്കുക, ഇവിടെ 5000 രൂപയായിരിക്കും ഇതിനകത്തുള്ള പെനാൽറ്റി ആയിട്ട് വരുന്നത് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നമ്മുടെ സീനിയർ സിറ്റിസൺ ആക്ടിനെ കുറിച്ച്, LSTs ആണെങ്കിൽ ഇത് മിനിമം ആണ്, LDCക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അത്രയും അറിഞ്ഞിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു ഈ ആക്ട് 2019 അമെൻഡ് ചെയ്തപ്പോഴാണ് എന്തോ ചെയ്തത്, ഈ പറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റിന്റെ ലിമിറ്റ് എടുത്ത് മാറ്റിയത്. നേരത്തെ 10,000 രൂപ കൊടുക്കണം എന്നായിരുന്നു. ഈ പറഞ്ഞ അമെൻമെന്റ് 2019 അമെൻമെന്റ് പ്രകാരം മെയിൻ്റനൻസ് കോസ്റ്റിന്റെ ലിമിറ്റ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞതിനൊക്കെ നമ്മുടെ ഡെഫിനേഷനൊക്കെ കുറെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 80 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൻ്റനൻസ് കോസ്റ്റിന് അവർ കൊടുക്കുന്ന റിക്വസ്റ്റ് അതിനെന്ത് കിട്ടും, പ്രയോറിറ്റി കിട്ടും കേട്ടോ. അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള സീനിയർ സിറ്റിസൺ ആക്ട് എന്നൊരു സംഭവം. നെക്സ്റ്റ് സെഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് സ്കീംസ് ഓർ ഓൾ ഏജ് പീപ്പിൾ എന്നൊരു സംഭവം ഉള്ളതാണ്. നിങ്ങൾ ആലോചിക്കുക, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.